ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പർ ആണ്. ഇന്ന് നമ്മൾ ഒരു ഫ്ലവർ ബാസ്ക്കറ്റ് ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ടിഷ്യൂ പേപ്പർ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിൽ ഈ ഒരു അടപ്പ് വെച്ച് ഒരു റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ടിഷ്യൂ പേപ്പർ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 എണ്ണമാണ് നമ്മൾ അതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഓരോന്നും ഫ്ലവറിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അതൊന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലവറിന്റെ ഇതളിന്റെ ഷേപ്പ് ഇതിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വരച്ചെടുത്തത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഒരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള 3 എണ്ണവും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ടിഷ്യൂ പേപ്പർ കൊണ്ട് മാത്രം ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് പീസും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 റൗണ്ട് പീസും നമ്മൾ ഇതുപോലെ ഫ്ലവർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 3 എണ്ണത്തിൽ നിന്നും നമുക്ക് ഇതളുകൾ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതാ നമ്മൾ ഇതിൽ നിന്നും ഒരു ഇതളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും നമ്മൾ 2 ഇതളുകളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അടുത്തതിൽ നിന്നും നമ്മൾ 3 ഇതളുകൾ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഇതാ നമ്മൾ ഇതുപോലെയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് തൊട്ടടുത്തുള്ള ഇതളിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള 2 എണ്ണം കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇതള് കട്ട് ചെയ്തെടുത്തതാണ് ആദ്യം ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതിന്റെ മുകളിലായിട്ടാണ് നമ്മൾ 2 ഇതള് കട്ട് ചെയ്തത് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് അതിന്റെ മുകളിലായിട്ട് നമ്മൾ 3 ഇതള് കട്ട് ചെയ്തെടുത്തതാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പൊ ഇതാ നമ്മുടെ ഫ്ലവർ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ നടുക്കായിട്ട് നമുക്ക് വുളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ തന്നെ വേറെ ഒരു 6 ഫ്ലവറും കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഗ്രീൻ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇലകൾ കട്ട് ചെയ്തെടുക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെയാണ് നമ്മൾ ഇലകൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വേറെയും കുറച്ച് ഇലകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതാ നമ്മൾ കാർഡ്ബോർഡ് ബോക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള കാർഡ്ബോർഡ് ബോക്സിനകത്തേക്ക് മുഴുവനായും നമുക്ക് ഇതുപോലെ ന്യൂസ് പേപ്പർ നിറച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ അതിനകത്തേക്ക് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ കാർഡ്ബോർഡ് ബോക്സ് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ മുകളിലായിട്ട് ഈ ഒരു കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള കളർ പേപ്പറിൽ നിന്നും ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ കളർ പേപ്പർ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവർ ബാസ്ക്കറ്റിന് വള്ളി പോലെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിൽ സ്കെയിൽ വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചൊരു 3 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതിൽ 2 പീസ് നമുക്കൊന്ന് ചേർത്ത് ഒട്ടിച്ചെടുക്കണം. ഇത് കുറച്ച് കട്ടി കുറവായതുകൊണ്ടാണ് നമ്മൾ 2 എണ്ണം ചേർത്ത് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കുറച്ചും കൂടെ ഒന്ന് നീളം കൂട്ടി കൊടുക്കണം. അപ്പൊ നമുക്കിതിന്റെ 2 അറ്റങ്ങളിലും ഇതിൽ നിന്നും 2 പീസ് കട്ട് ചെയ്തത് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന്റെ 2 അറ്റങ്ങളിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന 2 പീസും നമ്മൾ അതിന്റെ 2 അറ്റങ്ങളിലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലും നമ്മൾ എടുത്തിട്ടുള്ള കാർഡ്ബോർഡ് ബോക്സിലും ജൂട്ട് ത്രെഡ് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ആദ്യം നമുക്ക് ഇതിൽ ജൂട്ട് ത്രെഡ് ചുറ്റിയെടുക്കാം. അപ്പൊ നമ്മളിത് ഈ കാർഡ്ബോർഡ് ബോക്സിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ട ആ ഒരു ഭാഗത്ത് ജൂട്ട് ത്രെഡ് ചുറ്റിയെടുക്കേണ്ട.
കുറച്ച് ഇവിടെ നിന്നായിട്ടാണ് നമ്മൾ ജൂട്ട് ത്രെഡ് അതിലേക്ക് ചുറ്റിയെടുക്കുന്നത്. നമ്മളതിലേക്ക് ജൂട്ട് ത്രെഡ് ചുറ്റിയെടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. ഇതുപോലെ നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കാർഡ്ബോർഡ് ബോക്സിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ കാർഡ്ബോർഡ് ബോക്സിൽ ജൂട്ട് ത്രെഡ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് ബോക്സിലും ജൂട്ട് ത്രെഡ് ഒക്കെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പൊങ്ങി നിൽക്കുന്ന നാരുകളൊക്കെ ലൈറ്റർ ഉപയോഗിച്ചൊന്ന് കളഞ്ഞു കൊടുക്കണം. ഇപ്പം നമ്മൾ കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലകളാണ് നമ്മൾ ആദ്യം ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെയാണ് നമ്മൾ ഇലകൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവർ നമുക്ക് അതിലേക്കൊന്ന് വെച്ച് നോക്കാം. ആദ്യം നമ്മൾ ഇതുപോലെ 3 ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ 3 ഫ്ലവറും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള ഫ്ലവറും കൂടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പൂക്കൾക്കിടയിലൂടെയും കുറച്ച് ഇലകൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഫ്ലവർ ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആയിട്ട് ബോയ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാൻ, ഇവിടെ സ്റ്റോൺ ഒക്കെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിവിടെ ഇപ്പോൾ അതൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് ബോക്സും ടിഷ്യൂ പേപ്പറും വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.